43-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. 3-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. 2 പ്രയോഗം. 1 എന്നെ നടത്തുമാറാകട്ടെ, 2 എന്നെ എത്തിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ നിന്റെ പ്രകാശവും സത്യവും. 1 ദൈവമേ നിന്റെ പ്രകാശം. എന്താ ദൈവത്തിന്റെ പ്രകാശം? 1 ദൈവത്തിന്റെ പ്രകാശം. എന്താണ് ദൈവത്തിന്റെ പ്രകാശം? നമ്മളിവിടെ കടന്നു വന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. മറ്റെന്തിനേക്കാളും ഉപരി ദൈവമേ തിരുസാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ കൃപ ചെയ്യും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവമുഖം കാണാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ. ഹല്ലേലൂയ. കോരകപുത്രന്മാര് തന്നെ പറയുന്നുണ്ട്, സൈനികളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. വീണ്ടും കോരകപുത്രന്മാർ പറയുന്നുണ്ട്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, എന്റെ ദൈവത്തിന്റെ ചിറകടി എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ ദൈവത്തിന്റെ വചനം പറയും, നിന്റെ പ്രകാശം എനിക്കൊന്ന് അയച്ചു തരണം. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു ഭക്തൻ പരാജയപ്പെടുകയില്ല. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ഭക്തൻ പരാജയപ്പെടുകയില്ല. ഇന്ന് പകലിൽ ദൈവമക്കൾ വിശ്വസിച്ചിട്ട് പറ, എന്റെ ബാങ്ക് ബാലൻസ് അല്ല, എന്റെ ആരോഗ്യമല്ല, എന്റെ കഴിവല്ല, എന്റെ കുടുംബ പേരല്ല, മറിച്ച് എന്നെ രക്ഷിച്ചിരിക്കുന്നത്, എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പരാജയപ്പെടത്തില്ല. ദൈവ സാന്നിധ്യം അനുഭവിച്ച സകല മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളെ ജയിപ്പിച്ചത് ഞങ്ങളുടെ അറിവല്ല, ഞങ്ങളുടെ ആരോഗ്യമല്ല, ഞങ്ങളുടെ ഗുണമല്ല, ഞങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. പക്ഷെ മോശയെ കുറിച്ച് ദൈവം പറയുന്നത്, ഞാൻ അവനെ അടുത്തറിഞ്ഞിരിക്കും. മോശയെ അടുത്തറിഞ്ഞ ദൈവ സാന്നിധ്യം മോശയ്ക്ക് വെളിപ്പെടുത്തി എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ പിൻഭാഗം മാത്രമേ ഒന്ന് കാണാൻ കഴിയൂ, എൻ്റെ തേജസ് മുഴുവനായിട്ട് നിനക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരംശം മാത്രമേ ആര് കണ്ടുള്ളൂ? മോശ കണ്ടുള്ളൂ. അപ്പൊ മോശ ഈ ദൈവ തേജസ് കണ്ടപ്പോൾ പിൻഭാഗത്തെ മഹത്വം കണ്ടു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ മഹത്വമേ ആര് കണ്ടുള്ളൂ? മോശ കണ്ടുള്ളൂ. നിഴലിന്റെ മഹത്വമേ മോശ കണ്ടുള്ളൂ. എന്നാൽ ഇന്ന് പകലിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ നിഴലിന്റെ മഹത്വമല്ല കണ്ടത്, പൊരുളിന്റെ മഹത്വം കണ്ടവരായിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ മേലും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും നിന്റെ രോഗത്തിന്റെ മേലും നീട്ടപ്പെടുന്ന കരം നിഴലല്ല, പൊരുളായ അവന്റെ ആണിപ്പഴുള്ള കരം. യേശുവിന്റെ മഹത്വത്തിന്റെ കരമാണ്. അവന്റെ അല്യ തേജസ് മുഴുവൻ വെളിപ്പെടുത്തിയിരിക്കുക. എന്താ? നിഴല് മാത്രമേ ആര് കണ്ടുള്ളൂ? മോശ കണ്ടുള്ളൂ. പക്ഷെ ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ നിഴല് കണ്ടല്ല ആരാധിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്നെ തൊടുന്നത് പോലെ, നിങ്ങൾ തമ്മിൽ തൊടുന്നത് പോലെ നിങ്ങൾക്ക് അവനെ തൊടാൻ കഴിയുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ പുതിയ നിയമത്തിൽ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞിന്റെ മേൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം അവനെ തൊട്ട് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ ഇവിടെ ഇരിക്കുന്നു. പഴയ നിയമത്തിൽ നിഴല് മാത്രമേ കണ്ടു. ആ പ്രകാശം കണ്ട ആ മനുഷ്യൻ നടന്നിടത്തെല്ലാം വഴിയുണ്ടായി. ഈ പ്രകാശം കണ്ട മോശ നടന്നിടത്തെല്ലാം എന്തുണ്ടായി? വഴിയുണ്ടായി. ചെങ്കടലിൽ വഴിയുണ്ടായി. മോശ നടന്നിടത്തെല്ലാം വഴിയുണ്ടായി. യഹൂദന്റെ പ്രധാന ക്ലാസ് ഏതാ? അവന്റെ
എന്താ വീട്ടിലിരുത്തി അവൻ തോറ പഠിപ്പിക്കും. തോറ എന്ത് ചെയ്യും? പഠിപ്പിക്കും. ആ തോറ പഠിപ്പിക്കുന്നതിൽ ആദ്യത്തെ വാക്യം അവൻ പഠിപ്പിക്കുന്നത് ആവർത്തന പുസ്തകം 6:4 പഠിപ്പിക്കുന്നത്. 6:4 പഠിപ്പിക്കുന്നത് എന്താ? ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അതാദ്യം പഠിപ്പിക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ലെന്ന് പഠിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ യഹൂദം പഠിപ്പിക്കുന്നത് മുട്ടുണ്ടാകത്തില്ലെന്നല്ല, ദൈവമേകനാണെന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവമേകനാണെന്ന് അവൻ എന്ത് ചെയ്യുന്നത്? ആദ്യം പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പിശാച് വിറയ്ക്കുന്നത് എവിടെയാണ്? പിശാച് വിറയ്ക്കുന്നത് ദൈവമേകനാണെന്ന് പറയുന്നിടത്ത പിശാച് വിറയ്ക്കും. എന്താ പെന്തക്കോസ്തുകാര് ആരാധിക്കുമ്പോൾ പിശാച് വിട്ടൊഴിയുന്നത്? എന്താ ബന്ധനം അഴിയുന്നത്? എന്താ കെട്ടു പൊട്ടുന്നത്? മറ്റൊന്നുമല്ല, നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേകനാണ്. ദൈവങ്ങളെ, ഞാനൊരു കാര്യം ദൈവങ്ങളോട്, നിങ്ങൾ വായടച്ചങ്ങിരിക്കരുത്. ആരാധനയ്ക്ക് ഇടക്കിടക്ക് സ്തോത്രം പറയണം, ഇടക്കിടക്ക് പറയണം എന്റെ ദൈവം ഏകന. ഒന്ന് വായിച്ചോ, ആവർത്തന പുസ്തകം 6:4 പെട്ടെന്ന് വായിച്ചു. ഈ ഷമ്മ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് ആ മൊത്ത വാക്യത്തിന് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ആരാ? ഏകന. ദൈവം ഏകന. ഈ മോശ ഈ പ്രകാശം പ്രാപിച്ച് നടന്നപ്പോഴെല്ലാം ദൈവത്തിന്റെ വഴി വെളിപ്പെട്ടു. ദൈവത്തിന്റെ വഴി വെളിപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെ ദൈവം നടത്തി. മോശയല്ല നടത്തിയത്. ആരാ നടത്തിയത്? ദൈവമാണ് നടത്തിയത്. യേശുക്രിസ്തു വരുന്നത് വരെ ഇവരുടെ വിചാരം മോശയാണ് മന്ന കൊടുത്തതെന്ന്. മോശയല്ല തന്നത്. ആരാ കൊടുത്തത്? എന്റെ പിതാവാ തന്നത്. എന്റെ പിതാവാ തന്നത്. മോശയല്ല നിങ്ങൾക്ക് മരുഭൂമിയിൽ 40 വർഷം മന്ന തന്നത്. മറിച്ച് ആരാ തന്നത്? എന്റെ പിതാവാ നിങ്ങൾക്കിത് തന്നത്. ഇന്ന് പകലിൽ ലഭിച്ചതെല്ലാം മറ്റാരിൽ നിന്നുമല്ല, എന്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാണെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പേര്. മറ്റേതെല്ലാം നിഴലായിരുന്നു കേട്ടോ. ഈ പൊരുള് വന്നിറങ്ങിയിട്ട് കുറെ കാര്യം പറഞ്ഞു. അപ്പൊ പ്രകാശം നടത്തിയ മോശയ്ക്ക് വഴിയെല്ലാം ദൈവം വെളിപ്പെടുത്തി. മോശയുടെ മരണമൊക്കെ ഓർക്കുമ്പോൾ എത്ര സന്തോഷകരം. വാഗ്ദത്ത നാട് എനിക്ക് കിട്ടിയില്ലെന്നുള്ളത് മോശയുടെ ഒരു സങ്കടമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മോശയ്ക്ക് അതി വലിയ സങ്കടമൊന്നും ഇല്ല. ദൈവങ്ങളെ, അത് നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. ആ പ്രകാശം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ വഴി എങ്ങും അടയാൻ ദൈവം സമ്മതിക്കത്തില്ല. മോശ ആ വെളിച്ചം പ്രാപിച്ചയാളാണ്. അവന്റെ വഴി എങ്ങും അടഞ്ഞു പോയില്ല. ദൈവത്തിന്റെ പൈതലെ, ശത്രു എത്ര വഴിയടയ്ക്കാൻ നോക്കിയാലും, എത്ര വെല്ലുവിളി ഉയർത്തിയാലും, ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുക, നിങ്ങളുടെ മേലും എന്റെ മേലും ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം തന്നത് വെറുതെയല്ല, നിനക്ക് വഴി വെളിപ്പെടുത്താനുള്ള ശക്തി ആ പ്രകാശത്തിനുണ്ട്. ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കാനുള്ള ശക്തി ആ പ്രകാശത്തിനുണ്ട്. ഈ പ്രകാശം വെളിപ്പെട്ടാൽ ഇരുട്ടിൽ എന്ത് ചെയ്യും? വെളിച്ചം ഉദിക്കും. ഇരുട്ടിൽ വെളിച്ചം ഉദിക്കണമെങ്കിൽ ദൈവ വെളിച്ചം വന്നേ പറ്റത്തുള്ളൂ. ദൈവ വെളിച്ചം വന്നിടത്ത് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും. മരുഭൂമിയിലെ കാര്യം നമുക്കറിയാമല്ലോ. ആ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണും. ഈ ചിത്രകാരന്റെ ഭാവനയിലും യഹൂദ റബിമാരുടെ പഠിപ്പിയിലും എഴുതിയിരിക്കുന്നത് കൂണ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ. എന്താ ഷെക്കേന ഇറങ്ങി നിന്നത് എങ്ങനെയാ? വലിയൊരു കൂണ് അല്ലെങ്കിൽ ഒരു കൊട ഇങ്ങനെ വിരിച്ചു പിടിച്ചേക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക. എത്ര ലക്ഷത്തിന് സംരക്ഷണം കൊടുക്കുക? 6 ലക്ഷം പുരുഷന്മാര് മാത്രം സംരക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കൊട പോലെ ആരിറങ്ങി നിൽക്കുക? ദൈവം ഇറങ്ങി നിൽക്കുക. ഷെക്കേന എന്ന് പറഞ്ഞ ആരാ? ദൈവം ഇറങ്ങി നിൽക്കുക. ഇന്ന് പകലിൽ വെയിലിലാണോ ദൈവത്തിന്റെ പൈതൽ നിനക്ക് തണല് തരുന്ന പ്രകാശമായത്? നീ ഇരുട്ടിലാണോ നിന്റെ ജീവിതത്തിൽ വെളിച്ചം ഉദിപ്പിക്കുന്ന അഗ്നിസ്തംഭമായത്? ദൂത് ദൈവമക്കളോട് പറയാം, ഇതിലെല്ലാം ഇലക്ട്രിസിറ്റി പോകുന്നെന്നും പറഞ്ഞ് നിന്റെ വീട്ടിലോട്ട് വരത്തില്ല. നിന്റെ വീട്ടിലോട്ട് വരണമെങ്കിൽ അവിടെ നിന്നൊരു കൈവയാർ നിന്റെ വീട്ടിലോട്ട് വേണം.
ഇന്ന് പകലിൽ വെളിച്ചമുണ്ടെന്നും പറഞ്ഞ് വിടുതൽ ഉണ്ടാകണമെന്നില്ല. നീ വെളിച്ചവുമായി ഒരു ബന്ധമുള്ളവനാണ്. നിന്റെ വീട്ടിൽ വെളിച്ചമുണ്ടാകും, നിന്റെ വീട്ടിൽ നന്മയുണ്ടാകും, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഉയർച്ചയുണ്ടാകും, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകലിൽ വിശ്വസിച്ചിട്ട് പറ, എന്റെ ദൈവത്തിന്റെ വെളിച്ചം എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു വലിയ വിടുതൽ എന്റെ തലമുറയുടെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ ദൈവം. ചില നന്മയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഞാനൊരു ദൂത് ദൈവമക്കളോട് പറയും, ഇതുപോലൊരു കൈവയാറ് നിനക്ക് ഇതിലെ പോകുന്ന പബ്ലിക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നിന്റെ വീട്ടിലോട്ട് വേണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിടുതലാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഇതിലെ അനുഗ്രഹത്തിന്റെ ചാലകം ഇരിക്കുന്നത് ദൈവപ്രകാശം നിന്റെ മേൽ ഉദിക്കുമ്പോഴാ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ലഭിക്കണമെങ്കിൽ ദൈവവുമായി നമുക്കൊരു ബന്ധം. ദൈവങ്ങളെ, അപ്പൊ വെളിച്ചം ലഭിച്ചിടത്തെല്ലാം വഴിയുണ്ടായി. പുതിയ നിയമത്തിൽ വെളിച്ചം ലഭിച്ച ഒരു മനുഷ്യനെ എണ്ണയ്ക്കകത്തിട്ടു, കൊല്ലാൻ ശ്രമിച്ചു, ഈർച്ചവാളിനെ അറക്കാൻ ശ്രമിച്ചു. എന്നിട്ടൊന്നും അവൻ മരിച്ചില്ല. അവസാനം അവനെ പത്മോസിലേക്ക് കൊണ്ടുപോയി. പത്മോസിൽ അവനെ ഇട്ടപ്പോൾ അവൻ അവിടെയും ആരാധന നിർത്തിയില്ല. മുഴങ്കാല് മടക്കി കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, ഹൃദയം തുറന്നിട്ടപ്പോൾ ദൈവം സ്വർഗം തുറക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ജീവിതത്തിന്റെ അടയപ്പെട്ട മേഖലകളിൽ നീ ഹൃദയം ഒന്ന് തുറന്നാൽ അവൻ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. വെളിച്ചമുള്ളിടത്ത് വഴിയുണ്ട്. ഞാൻ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഓരോ സംഭവം പറഞ്ഞു നിർത്തുക. ഇവരെ നടത്തിയത് എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. സത്യത്തിലേക്കാണ് നടത്തിയത്. എന്താ സത്യം? പ്രകാശം ദൈവ സാന്നിധ്യമാണ്. പ്രകാശം ഏതാ? ദൈവ സാന്നിധ്യമാണ്. എന്താ സത്യം? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം സത്യവും ആരാ? ദൈവമാ. സത്യവും ആരാ? ദൈവ സാന്നിധ്യമാ. ഹല്ലേലൂയ. എന്താ? പ്രകാശം ദൈവ സാന്നിധ്യമാണ്. ആ പ്രകാശം വെളിപ്പെട്ട വഴിയിലെല്ലാം നന്മയുണ്ടായെങ്കിൽ സത്യവും ആര് തന്നെയാ? ദൈവം തന്നെയാ. പീലാത്തോസ് ഒരു ചോദ്യം ചോദിച്ചു, സത്യം എന്നാല് എന്ത്? ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ നീതിന്യായ പീഠത്തിലിരിക്കുന്ന ജുഡീഷ്യറി ഒരു ചോദ്യം ആരോട് ചോദിക്കുക? യേശുവിനോട് ചോദിക്കുക. വിധിച്ചോണ്ടിരിക്കുമ്പോൾ സത്യം എന്നാൽ എന്ത്? അപ്പൊ ചോദിച്ചു, സത്യം എന്നാല് എന്തെന്ന്? യേശു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ദൈവങ്ങളെ, സത്യമുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന അതിന്റെ അർത്ഥം. നേരുള്ളവർക്ക് കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിലും നിനക്ക് വെളിച്ചം ഉദിക്കുമെന്ന്. ദൈവ സത്യം നീ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ലോകശക്തിക്കും കഴിയത്തില്ല. സത്യം എന്നാൽ ദൈവം. ഇനിയും സത്യത്തെ കുറിച്ച് തിരുവചനം പറഞ്ഞ് ഒരു ഭാഗം കൂടെ പറഞ്ഞു. അപ്പം നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. അവ എന്നെ നടത്തുമാറാകട്ടെ. അപ്പൊ നടത്തുന്നത് ആരാ? ഈ പ്രകാശവും സത്യവും. സത്യം ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ, പ്രകാശം ദൈവമാണെന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ, ദൈവം ആരാ? വെളിച്ചമാണ്. നിത്യ വെളിച്ചം, കെടാത്ത വെളിച്ചം. എല്ലാ കളറുമുള്ള കളർ ഏതാ? എല്ലാ കളറുമുള്ള കളർ ഏതാ? വെള്ളയാണ്. ഈ വെള്ളയ്ക്കകത്ത് എല്ലാ കളറും ഉണ്ട്. ജീവിതത്തിന് ഏത് കളർ വേണേലും തരാൻ കഴിയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. രുചിയില്ലാത്തതിനെ രുചിയാക്കാൻ കഴിയുന്ന ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു, പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ദൈവങ്ങളെ, ഈ ദൈവം പ്രകാശവും സത്യവുമാണെന്ന് പറയുമ്പോൾ തന്നെ യോഹന്നാൻ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നമ്മളെ വിശുദ്ധീകരിക്കാനും സത്യത്തിൽ നടത്താനും ദൈവം ഉള്ളപ്പോൾ തന്നെ ദൈവം നമ്മുടെ കയ്യിൽ ഒരു വചനം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ.
ദൈവം നമ്മുടെ കയ്യിൽ ഒരു വചനം തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, ഗ്രാമർ പഠിക്കണ എന്തോ വായിച്ചാൽ മതി? ബൈബിൾ വായിച്ചാൽ. അക്ഷരം പഠിക്കണ എന്തോ വായിക്കണം? ബൈബിൾ വായിച്ചാൽ മതി. യഹോവ ഭക്തി അക്ഷരം പഠിക്കാൻ ബൈബിൾ വായിക്കണം. ഏത് ലിറ്ററേച്ചറും പഠിക്കാൻ ഏതാ വായിക്കേണ്ടത്? ബൈബിളാ വായിക്കേണ്ടത്. എന്ത് കാര്യം നല്ലത് പഠിക്കണമെങ്കിലും നീ ദൈവത്തിന്റെ വചനം പഠിച്ചാൽ മതി, അത് നിനക്ക് നന്മയായി തീരും. എന്താ തിരുവചനം പറയുന്നത്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്ന അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഇടവേ, പ്രകാശവും സത്യവും അയച്ചു തന്നു. എന്താ സത്യമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുക. ഇന്ന് പകൽ കൈയിരിക്കുന്ന ബൈബിൾ ഒന്ന് വായിക്കാൻ യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, മാതാക്കളെ, പിതാക്കന്മാരെ, നമ്മളൊരു ആർജവത്വം കാണിച്ചാൽ നിന്റെ മേൽ വരുന്ന അനുഗ്രഹത്തെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ചില അധ്യായങ്ങളും വായിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. നിന്റെ വചനം സത്യമാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. നിന്റെ വചനം സത്യമാകുന്നു. ദൈവങ്ങളെ, ഈ വചനത്താൽ സത്യത്താൽ ശുദ്ധീകരിച്ച് നടത്തപ്പെട്ടാൽ, സങ്കീർത്തനത്തിലേക്ക് വരാം, മൂന്നാം വാക്യത്തിന്റെ 2ാം ഭാഗം, തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാണ്. എന്നെ നടത്തണമേ. എവിടേക്കാ എത്തിക്കുന്നത്? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ജനമേ, വചനം പഠിച്ചാൽ അശുദ്ധിയൊക്കെ മാറിപ്പോകും. നമ്മളെല്ലാം വിശുദ്ധരാണെന്നല്ല ഇതിന്റെ അർത്ഥം. വചനം പഠിക്കുമ്പോൾ അറിയുന്നത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന്, കാര്യം സത്യമാണെന്ന് അറിയുന്നത് എവിടെ നിന്നാ? വചനത്തിൽ നിന്ന്. സത്യമുള്ള ദൈവത്തിന്റെ പൈതലേ, നീ പർവ്വതത്തിലേക്ക് നടക്കുക. ഏത് പർവ്വതത്തിലേക്കാണ് നടക്കുന്നത്? വിശുദ്ധ പർവ്വതത്തിലേക്കാണ് നടക്കുന്നത്. ദൈവത്തിന്റെ പർവ്വതത്തിലേക്കാണ് നടക്കുന്നത്. ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്നെ നടത്തുന്നത് തിരുനിവാസത്തിലേക്കാണ്. ഹല്ലേലൂയ. നിന്റെ പ്രകാശവും സത്യം. പ്രകാശവും സത്യം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ദൈവം തന്നെ. സത്യത്തിന്റെ മറ്റൊരു വേഷം കർത്താവ് പരിചയപ്പെടുത്തി. ആരാത്? വചനമാണ്. ഭൂമിയിൽ ദൈവത്തോളം വലുപ്പമുള്ള ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ വചനമാണ്. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ബുദ്ധി വരുവാൻ, നമ്മുടെ മേൽ ജ്ഞാനം വരുവാൻ, നമ്മളെ വിശുദ്ധിയിൽ നടത്തുവാൻ, നമ്മളെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് നടത്തുവാൻ, അവന്റെ തിരുനിവാസത്തിലേക്ക് നടത്തുവാൻ ഒറ്റ ഒരു മാധ്യമമേ ഉള്ളൂ. അത് ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ വചനമാണ്. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, ഒരുങ്ങാം. ഈ നാടുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും വചനവും നമ്മെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഉപസംഹാരം പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.